തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ പാറമേക്കാവിനായി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന പടക്ക നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ. പാലക്കാട് മുതലമട വെള്ളാരം കടവിലുള്ള വെടിമരുന്ന് നിർമ്മാണശാലയ്ക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ അപകടത്തിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? അതായത് ഈ തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ അല്ലെങ്കിൽ പാറമേക്കാവ് ദേവസ്വത്തിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നത് പാലക്കാട് മുതലമടയിലാണ്. മുതലമട വെള്ളാരം കടവിലുള്ള കോട്ടയം സ്വദേശിയായിട്ടുള്ള ബിനോയ് ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള പടക്ക നിർമ്മാണശാലയിൽ വെച്ചായിരുന്നു ഈ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്നത്. ഇന്നലെ ഈ തൃശൂർ വെടിക്കെട്ട് അപകടത്തെ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ കളക്ടർ ഈ പടക്ക നിർമ്മാണശാലയിൽ ഇനി വെടിക്കെട്ട് സാമഗ്രികൾ നിലവിൽ നിർമ്മിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചിറ്റൂർ തഹസിൽദാർ ആർ രാമചന്ദ്രനാണ് ഈ പടക്ക നിർമ്മാണശാലയിലേക്ക് എത്തി ഈ സ്റ്റോപ്പ് മെമ്മോ ഉടമയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അവിടെ ജീവനക്കാരുണ്ടായിരുന്നു. ആ ജീവനക്കാരെ എല്ലാം ഈ മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല 6 ഷെഡുകളിലായി ആണ് ഈ പടക്കം നിർമ്മിച്ചിരുന്നത്. ആ ഷെഡുകളിലേക്ക് പിന്നീട് ഈ പടക്കവും അതുപോലെ തന്നെ വെടിക്കെട്ട് സാമഗ്രികളും എല്ലാം ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. പൂർണ്ണമായും ആ പ്രദേശം ഇപ്പോൾ പോലീസിന്റെ സംരക്ഷണയിലാണ്. പൂർണ്ണമായും ആ പ്രദേശം സീൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ചിറ്റൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടേക്ക് എത്തി ഇപ്പോൾ ആ പ്രദേശം പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുന്നത്. ഏകദേശം 5 ഏക്കറോളം വിസ്തീർണമുള്ള ഒരു മേഖലയിലാണ് ഈ പടക്ക നിർമ്മാണശാല മുതലമടയിൽ പ്രവർത്തിച്ചിരുന്നത്. അതിന് 1 കിലോമീറ്റർ പടക്ക നിർമ്മാണത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ അത് കൃത്യമായി പാലിച്ചിരുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇക്ബാൽ? ഇപ്പോൾ ഈ പടക്കം നിർമ്മിക്കുമ്പോൾ അത് മിശ്രിതം തയ്യാറാക്കുന്ന ഇടത്തു നിന്നും ഇത് കൃത്യമായ അകലം വേണ്ടതുണ്ട്. ഓരോ പ്ലാറ്റ്ഫോമും തമ്മിൽ നിശ്ചിത അകലം പാലിക്കണം. ഓരോ ഷെഡിലും നിശ്ചിത ആളുകളെ മാത്രമേ അനുവദിക്കാവൂ. വെടിക്കെട്ട് മിശ്രത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ തുടങ്ങിയ സ്ഫോടക വസ്തു നിയമങ്ങളിലും ചട്ടങ്ങളിലും ചില കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഇതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? നിലവിൽ ഈ പാറമേക്കാവ് ദേവസ്വത്തിന് വേണ്ടി മുതലമടയിൽ ഈ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന മേഖലയിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ പരിശോധനകൾ നടക്കുന്നതേ ഉള്ളൂ. അവിടെ ഇപ്പോൾ ഇത്തരത്തിൽ പിഴവ് സംഭവിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടേക്ക് എത്തിയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പോലീസും പറയുന്നത്. പക്ഷേ നിലവിൽ ഈ തൃശ്ശൂരിലെ ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വെടിക്കെട്ട് നിർമ്മാണം അത് പൂർണ്ണമായും നിർത്തണമെന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ന് കൂടുതൽ പരിശോധനകൾ ഈ മേഖലയിൽ നടത്തും. സ്മൃതി പറഞ്ഞതുപോലെ തന്നെ നിശ്ചിത അളവ് അല്ലെങ്കിൽ നിശ്ചിത ദൂരം കൃത്യമായി തന്നെ ഈ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ എല്ലാം ചട്ടപ്രകാരം പാലിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെ മുതലമടയിൽ ചട്ടം പാലിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവിടെ നിന്നും കൊണ്ടുവന്ന സാമഗ്രികൾ ഈ മുണ്ടത്തിക്കോട് വെച്ച് ഇത് മിശ്രിതം തയ്യാറാക്കുന്ന ഇടത്ത് അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ഏതായാലും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ വെടിമരുന്ന് നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ്.